ഈ ഒരു 2025 എന്റെ ഏറ്റവും വലിയൊരു അസറ്റ്, അതായത് ഞാനെല്ലാം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. അതായത് എന്താണ് അതെങ്ങനെ ഇതെങ്ങനെ ചോദ്യങ്ങളുടെ ആളാണ് ഞാൻ. ഇതെങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ സംഭവിച്ചു, എന്റെ എല്ലാവിധ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചൊരു വർഷമാണിത്. അതായത് എന്താണ് ജനനം, എന്താണ് മരണം, മരണത്തിന്റെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് അറിയണ്ടേ, ഈ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെയൊക്കെ ഒരു പരിപാടി, എന്താണ് ഈ മരണം, എന്താണ് ആത്മാവ്, ഇതെല്ലാം വളരെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇങ്ങനെ തലച്ചോറിനുള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ പോലെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ അതിനെല്ലാത്തിനുമുള്ള ഉത്തരം ലഭിച്ചൊരു വർഷമാണ് ഈ 2025. കാരണം ഈ പറയുന്ന സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയാണെങ്കിലും കായ്കൽപ്പ യോഗയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ജെനറ്റിക് സെന്റർ എല്ലാം പ്യൂർ ചെയ്യും. ഇതൊന്നും ഒരിക്കലും 3 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്റെ ആ ഒരു ജെനറ്റിക് സെന്റർ പ്യൂർ ആക്കാനുള്ള കാരണം 25 വർഷം കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മൾ പണ്ടെല്ലാം നമ്മുടെ കാർന്നോമാര് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ ജെനറ്റിക് സെന്ററിൽ ഫോം ആവും. ഓക്കെ, കർമ്മ എന്ന് പറയും. അപ്പൊ ആ ഒരു കർമ്മ ശുദ്ധമാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സന്തോഷം സമാധാനം എല്ലാം കിട്ടൂ. ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് തിങ്ങിൽ നിന്നല്ല, ഈ പണത്തിൽ നിന്നും സ്വത്തിൽ നിന്നും അല്ല, അതെല്ലാം ജസ്റ്റ് ഒരു മായാണ്, ഇല്യൂഷനാണ്. അപ്പൊ അതിൽ നിന്നുമല്ല, നമുക്ക് ഇന്നർ പീസ് എന്ന് പറയും. ഈ പറയുന്ന ഒരിക്കലും ഈ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനിക്കും അദാനിക്കും ഈ പറയുന്ന സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, അംബാനിയുടെ മകന്റെയൊക്കെ അവസ്ഥ അറിയാലോ. അതായത് പണമല്ല, ഈ സമാധാനവും പണവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഈ പറയുന്ന പണമില്ലാതെ സമാധാനം കിട്ടുന്ന ആ ഒരു മെത്തേഡ് ഞാൻ പഠിച്ചു. അതോടൊപ്പം ഈ ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് മരണം, ഡെത്ത്. ഓക്കെ, ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതായത് ഞാനിപ്പോ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, ഓക്കെ, ആത്മാവല്ല വന്ന് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ യോഗ അല്ലെങ്കിൽ കായികൽപ്പ യോഗ, കുണ്ടലിനി പവർ, ആ ഒരു പവറിലേക്ക് ഒരു പവർ കൊണ്ട് എന്റെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്റെ ചുണ്ടുപൊട്ടിയ വീഡിയോ. അപ്പൊ ആൾക്കാർക്ക് അയ്യ ഇത്, അതായത് വേറെ തന്നെ നമുക്ക് ബോഡിയിൽ നിന്ന് നമ്മുടെ സോളിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഓക്കെ ഗോ, അതെല്ലാം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതെല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അതായത് ഈ പറയുന്ന മരണം എന്താണെന്ന് അറിയാൻ സാധിച്ചു. എപ്പോ വേണമെങ്കിലും നമുക്കൊരു ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ സോള് എക്സ്പെൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ബോഡി കൊളാപ്സ് ആയി വീണിട്ട് ചുണ്ടും തലയെല്ലാം പൊട്ടുന്നത്. ഞാൻ ഒരു 3-4 വട്ടമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിലൊരു വട്ടം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു മഹത്തായ കാര്യങ്ങളെല്ലാം, അത് ജന്മം എന്താണെന്ന് ഓൾറെഡി ബയോളജിക്കലി നമുക്ക് അറിയാം. ഈ പറയുന്ന എംബ്രിയോ, സ്പേം അല്ലെങ്കിൽ പറയുന്ന പരബ്രഹ്മത്തിന്റെ അംശം, അങ്ങനെയെല്ലാം പറയാം. പക്ഷെ മരണം അത് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ മരിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ചിവിടെ ബോഡിയിൽ കയറാൻ പറ്റി കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പൊ ആ ഒരു അത്ഭുതങ്ങളൊക്കെ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അസറ്റ്. അതോടൊപ്പം തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, ഈ പറയുന്ന കണ്ണാണെങ്കിലും മൂക്കാണെങ്കിലും നാവാണെങ്കിലും ചെവിയാണെങ്കിലും സ്കിന്നാണെങ്കിലും ഇതെല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്, അവരുടെ നിയന്ത്രണത്തിലല്ല ഞാൻ. അതായത് ഇവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ സുഖത്തിലേക്ക്. അതായത് ഈ സുഖം ഒരു ഇല്യൂഷൻ ആയതുകൊണ്ട് അതെല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ രീതിയിലും. അപ്പോൾ ഇതെല്ലാം എനിക്ക് എന്റെ കൺട്രോളിൽ വരുത്താൻ പറ്റി. ഈ പറയുന്ന ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഹത്തായ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി 2025 ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഈ പറയുന്ന കാട് പിടിപ്പിക്കണം. ഈ ഒരു ഭൂമി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധമായ വായു കൊടുക്കാൻ വേണ്ടി മിയാവാക്കി ഫോറസ്റ്റ് ഞാൻ പിടിപ്പിക്കും. അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, സമസ്ത പ്രപഞ്ചത്തിനും വേണ്ടിയല്ലേ ശുദ്ധമായ വായു. അപ്പൊ എല്ലാവരും എന്റെ ഒപ്പം നിൽക്കും. പിന്നെ ശുദ്ധമായ പച്ചക്കറികളും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം ഞാൻ നൽകും. കാരണം ഞാൻ ഒരു കൃഷിക്കാരനല്ല, എന്റെ പ്രൊഫഷൻ അതല്ലേ, എന്റെ ധർമ്മം അതല്ലേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഈ അഴുക്ക് അല്ലെങ്കിൽ വിഷം കഴിക്കൽ നിർത്തിയിട്ട് ശുദ്ധമായ ഭക്ഷണം ഞാൻ കൊടുക്കും. പിന്നെ വെള്ളം, ഭൂമിയുടെ അടിയിലേക്ക്, കാടുള്ളപ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഓൾറെഡി ഇറങ്ങും. അപ്പൊ ആ വെള്ളം കുടിക്കാം. അപ്പൊ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, നോ വറി.